മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം യോഹന്നാൻ അറിയിച്ച കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 42-ഉം 43-ഉം വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് ജോൺസ് ഗോസ്പൽ chapter 5 verse 41 and 42. മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങൾ ദൈവസ്നേഹമില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ധ്യാനാവസരത്തിൽ വളരെയേറെ ക്ഷീണവും അസ്വസ്ഥതയും ഒക്കെ ഫീൽ ചെയ്തുകൊണ്ട് ധ്യാനത്തിന്റെ പകുതിയായപ്പോൾ എന്തോ എനിക്കൊരു അസ്വസ്ഥത. കൂടെ ധ്യാനിപ്പിക്കാനുണ്ടായിരുന്ന സഹോദരനോട് പ്രസംഗം തുടരൂ, ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ ഒരവസരം ഓർക്കുകയാണ്. അദ്ദേഹം പ്രസംഗം ആരംഭിച്ചു. എങ്കിലും എന്തുകൊണ്ടാണ് എനിക്ക് വിഷമം വന്നത് എന്ന് ധ്യാനിച്ചപ്പോൾ മനസ്സിലായത്, സാധാരണ ധ്യാനാവസരങ്ങളിൽ പ്രാർത്ഥിച്ചൊരുങ്ങാറുള്ളത് പോലെ ആ തവണ പ്രാർത്ഥിക്കുവാനോ ഒരുങ്ങുവാനോ ശ്രദ്ധിച്ചില്ല. ധൃതി വെച്ച് ധ്യാനപ്രസംഗത്തിനായിട്ട് മുതിരുകയാണ് ചെയ്തത്. അതായിരുന്നു ഏറ്റവും വലിയ കുറവെന്ന് പിന്നീട് മനസ്സിലായി. പിന്നീട് എപ്പോഴും ധ്യാനത്തിന് നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ധ്യാനം നടത്തുവാൻ തയ്യാറായി. അപ്പോൾ ബുദ്ധിമുട്ടില്ലാതെ ധ്യാനപ്രസംഗം നടത്തുവാൻ സാധിച്ചു. നമ്മൾ ഏത് കാര്യമാണെങ്കിലും നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി അത് ചെയ്യുമ്പോൾ അത് വിജയമായി മാറുകയാണ്. അല്ലാതെ എന്റേതായ മഹത്വം സ്വീകരിച്ചുകൊണ്ട് എന്റേതായ കഴിവുകളിൽ ആശ്രയിച്ചുകൊണ്ട് അത് ചെയ്യുമ്പോൾ അത് പരാജയമാവുകയാണ്. അതിന് ഒരിക്കലും ഇവിടെ വരാതിരിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.